ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം അഫയേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂൺ 24 കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ഈ വീഡിയോസ് മെയിനായിട്ടും UPSC, PSC, മറ്റ് സെൻട്രൽ ലെവൽ എക്സാംസ് ഇവയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയുള്ള ഒരു ചാനലായിട്ടാണ്. അപ്പോൾ മെയിനായിട്ടും MCQ രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതാര്? ഓപ്ഷൻ എ ആര്യടൻ ഷൗക്കത്ത്, ഓപ്ഷൻ ബി PV അൻവർ, ഓപ്ഷൻ സി M സ്വരാജ്, ഓപ്ഷൻ ഡി മോഹൻ ജോർജ്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആര്യടൻ ഷൗക്കത്ത്. അപ്പോൾ നമുക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. നിലമ്പൂർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ആര്യടൻ ഷൗക്കത്ത് മത്സരിച്ചത്. അദ്ദേഹത്തിന് 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ടോട്ടൽ ലഭിച്ച വോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 77,737 വോട്ടാണ്. കേരളത്തിന് പുറമെ മറ്റ് 3 സംസ്ഥാനങ്ങളിൽ കൂടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു: ഗുജറാത്ത്, പഞ്ചാബ്, ബംഗാൾ. അപ്പോൾ PSC എക്സാംസിനൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽസ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതി ഏത്? ഓപ്ഷൻ എ അഭയകിരണം, ഓപ്ഷൻ ബി കൈവല്യ, ഓപ്ഷൻ സി നവജീവൻ, ഓപ്ഷൻ ഡി ശരണ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അഭയകിരണമാണ്. നമുക്ക് ബാക്കി 3 സ്കീമുകളെ കുറിച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കാം. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ എന്നിവയ്ക്ക് സർക്കാർ സബ്സിഡിയും വായ്പയും നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് കൈവല്യ എന്ന് പറയുന്നത്. പിന്നെ തൊഴിൽ രഹിതരായിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് നവജീവൻ. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യം. അപ്പോൾ ഇതത്രയും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ സ്കീംസ് PSC മിക്കവാറും പരീക്ഷകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്നാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച നടന്നത്? ഓപ്ഷൻ എ 8 മാർച്ച് 1920, ഓപ്ഷൻ ബി 12 മാർച്ച് 1925, ഓപ്ഷൻ സി 18 ഓഗസ്റ്റ് 1920, ഓപ്ഷൻ ഡി 12 ഓഗസ്റ്റ് 1920. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 12 മാർച്ച് 1925 ഈ വർഷം, അതായത് നമ്മുടെ 2025 100 വർഷം തികയുന്നുണ്ട്. ഈ ഒരു കൂടിക്കാഴ്ചയുടെ 100 വർഷം ഈ വർഷം പൂർത്തിയാകുന്നു. നമുക്ക് അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കൂടിക്കാഴ്ചയുടെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. മാർച്ച് 12 ശതാബ്ദി സമ്മേളനത്തിൻ്റെ യോഗം ശിവഗിരിയിൽ നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനായിരുന്നു 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ഗാന്ധിജി കേരളം സന്ദർശിച്ചത് മാർച്ച് 8 മുതൽ മാർച്ച് 19 വരെ 1925 ഗാന്ധിജി കേരളത്തിലുണ്ടായിരുന്നു. വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത്. അത് ഗാന്ധിജിയുടെ 2ാമത്തെ കേരള സന്ദർശനമാണ്. ഗാന്ധിജി ടോട്ടലായിട്ട് 5 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ആദ്യത്തെ സന്ദർശനം 1920 ഓഗസ്റ്റ് 18 ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രചോദനത്തിന് വേണ്ടി കോഴിക്കോടിലായിരുന്നു എത്തിയത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ന്യൂഡൽഹിയിൽ വച്ചിട്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. തെറ്റായ റേഡിയോ സിഗ്നലുകൾ അയച്ച് വിമാനങ്ങളുടെ വഴി തെറ്റിക്കുന്ന രീതിയാണ് GPS സ്പൂഫിംഗ്, GPS ജാമിംഗ്, ഫിഷിംഗ്, IP സ്പൂഫിംഗ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് GPS
സ്പൂഫിംഗ് ആണ്. വിമാനങ്ങളുടെ GPS സംവിധാനത്തിനെ പഹൽഗാം അറ്റാക്കിന് ശേഷം മാനിപ്പുലേഷൻ നടക്കുന്നതായിട്ട് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർദോ ആണവ നിലയം ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ഇസ്രായേൽ, ഓപ്ഷൻ ബി ഇറാൻ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി USA. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇറാനാണ്. റീസെൻ്റ്ലി നടന്ന ഇസ്രായേൽ-ഇറാൻ കോൺഫ്ലിക്റ്റിൽ ഇറാൻ്റെ ആണവ നിലയങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. അതിലൊന്നാണ് ഫോർദോ. ഫോർദോ ഇറാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ടെഹ്റാനിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ടെഹ്റാൻ്റെ വടക്കുള്ള എവിൻ ജയിൽ എന്ന് പറയുന്ന ജയിലിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക ഇറാൻ്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ചിരുന്നു. ആ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് എതിരായിട്ട് ഇറാൻ തിരിച്ച് അമേരിക്കയുടെ സൈനിക താവളങ്ങളെ അല്ലെങ്കിൽ മിലിറ്ററി ബേസുകളെ ആക്രമിച്ചിരുന്നു. അത് മറ്റു രാജ്യങ്ങളിലുള്ള മിലിറ്ററി ബേസിനെ ഇറാൻ ആക്രമിച്ചിരുന്നു. അതിൽ ഒന്ന് ഐൻ അൽ അസദ് എന്ന് പറയുന്ന ഇറാഖിലെ USൻ്റെ വ്യോമതാവളവും അൽ ഉദൈദ് എന്ന് പറയുന്ന ഖത്തറിലെ USൻ്റെ സൈനിക താവളത്തെയും ഇറാൻ ആക്രമിച്ചിരുന്നു. അപ്പോൾ ഇത് ഒരു ചുരുക്കരൂപമാണ് ഈ നടന്ന കോൺഫ്ലിക്റ്റിൻ്റെ. അപ്പോൾ ഇത് PSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഓർത്ത് വച്ചിരിക്കുക. ഹോർമസ് കടലിടുക്ക് ഏതെല്ലാം കടലുകളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ പേർഷ്യൻ ഗൾഫിനെയും അറബിക്കടലിനെയും, ഓപ്ഷൻ ബി ചെങ്കടലിനെയും ഏദൻ ഗൾഫിനെയും. ഹോർമോസ് കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് ബന്ധിപ്പിക്കുന്നത് പേർഷ്യൻ ഗൾഫിനെയും അറബിക്കടലിനെയും തമ്മിലാണ്. ഈ നടന്ന ഇറാൻ കോൺഫ്ലിക്റ്റിൽ ഹോർമോസ് കടലിടുക്കിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബന്ധമുണ്ട്. കാരണം അതുവഴിയാണ് ലോകത്തിൻ്റെ ഏറെക്കുറെ ഭാഗങ്ങളിലേക്കും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കടലിടുക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ലാർജ് വാട്ടർ ബോഡി അല്ലെങ്കിൽ രണ്ട് ലാർജ് സീ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നാരോ ആയിട്ടുള്ള ലാൻഡ് മാസിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ്. റെഡ് കളർ ആരോ കാണുന്ന റീജിയനാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്നത്. ഇറാനാണ് അതിൻ്റെ നോർത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാപ്പ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.